സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് ആണ്. ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ എലിസബeth ആൻറ്റി പ്രാർത്ഥിച്ചാട്ട്, എലിസബeth വർഗീസ് പ്രാർത്ഥിച്ചാരംഭിച്ചാട്ട്. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, വൈകിയ സമയത്ത് അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കാൻ അവിടുന്ന് ഒരുക്കിയ ഈ അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അഗാപ്പെ ഓൺലൈൻ ക്ലാസ്സുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാരെയും കർത്തദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പഠിക്കുന്നതൊക്കെ ഞങ്ങളുടെ ആത്മീക വർധനവിനും അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് വഴി നടത്തുവാനും മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന എല്ലാ സാറുമാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ജോർജ് വർഗീസ് സാറിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ അങ്ങയുടെ ദാസനെയും ഫലമേൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം പകർന്നു തരുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ കരം കണ്ട് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കാലും സ്തോത്രം. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ആന്റി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. ദൈവത്തിന് സ്തോത്രം. ലാലു പാസ്റ്ററിനായിട്ടും മറ്റ് നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഞാൻ പഠിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു 6 മാസത്തിന് മുമ്പ് സെറ്റപ്പ് ചെയ്ത ഒരു അപ്പോയിൻമെൻ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യാനൊക്കാത്ത കാരണത്താൽ മാത്യു സാറ് അത് പഠിപ്പിക്കാനിടയായി. ആ ദേവദാസിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം വീണ്ടും ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷനാണ്. കടന്നു വന്നതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, പാസ്റ്റർ എന്തിനാ ഒരുപാട് ഈ വിഷയം വിട്ടുള്ളതായ ഡീറ്റെയിൽസിൽ കൂടെ ഒക്കെ പോകുന്നത് എന്തിനാണെന്ന് എൻ്റെ ഒരാൾ ചോദിക്കാനിടയായി. നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുന്ന വേളയിൽ പല വിധത്തിലുള്ള ആളുകളും നമ്മളെ അഭിമുഖീകരിക്കും. പലവിധമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. വിശേഷിച്ച് നമ്മൾ സുവിശേഷം പറയുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്, ചില ആൾക്കാർ ചിന്തിക്കുന്നത്, ഇയാളെ എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു കുടുക്കിലാക്കാമെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അഥവാ എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറയും എനിക്കറിയത്തില്ലെന്ന് പറയും. അറിയാമെന്ന് ഞാൻ നടിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാറില്ല. അറിയത്തില്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയും. ഒരിക്കലും ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർ, വേദപുസ്തകത്തിലുള്ള ഏറ്റവും ചെറിയ വാക്യം ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ ചോദിക്കുന്ന ആളിന് അറിയാമെന്ന് എനിക്കറിയണേ. ഞാൻ അയാളുടെ ചോദിച്ചു, ഏതാ ബ്രദർ മനസ്സിലാക്കിയിരിക്കുന്നത്? അതിനും പറഞ്ഞു, യേശു കണ്ണുനീർ വാർത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് തന്നെയാ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതാ ഏറ്റവും ചെറിയ വാക്യം. പുള്ളിക്കാരൻ ചോദിച്ച വേളയിൽ മറന്നുപോയൊരു സംഗതിയുണ്ട്. ഇംഗ്ലീഷ് ബൈബിളുള്ള ഏറ്റവും ചെറിയ ബൈബിളാണ് വാക്യമാണോ അതോ മലയാളം ബൈബിളുള്ളതാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞത്, അതുപോലുള്ള ചില കുരുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദൗത്യം തെറ്റിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നത് കീപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ സുവിശേഷം പറയുകയും ചെയ്യണം എന്ന് ഞാനൊരു ലിസ്റ്റ് തന്നിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് എനിക്ക് യൂറോപ്യൻ ഏത് സ്ഥലമാണെന്ന് ഞാൻ സ്പെസിഫിക് പറയുന്നില്ല, കാരണം ചില പ്രൈവസിയുടെ കാര്യം കുറച്ച് റെസ്പെക്ട് ചെയ്തതായതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ആസാദി TV യിലും മറ്റും എൻ്റെ ഒരു പേഴ്സണൽ ടെസ്റ്റിമോണി
ഭാഗ്യമായിട്ടുള്ള ഒരു ടെസ്റ്റിമോണി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച സന്ദർഭത്തിൽ ഞാൻ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായ ഒരു സഹോദരനാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അയാളെ യേശുക്രിസ്തുവുള്ളതായ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം തുടർന്ന് ഫോളോ അപ്പ് ചെയ്യാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഈ സുവിശേഷം പറഞ്ഞ് ആളുകളെ കർത്താവിലേക്ക് നയിക്കുവാൻ ഒരു ചാൻസ് കിട്ടുന്നെങ്കിൽ അതിലും വലിയതായ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഷെയർ ചെയ്തത് സുവിശേഷ ദൂതൻ്റെ സാരാംശം എന്തായിരിക്കണം എന്ന് ഉള്ള വിഷയമായിരുന്നു. അതിൻ്റെ പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, ജസ്റ്റ് ഹൈലൈറ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. സത്യദൈവം ഒരുവൻ മാത്രം എന്നുള്ളത് പറഞ്ഞു. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു എന്നുള്ള വിഷയം പറഞ്ഞു. പാപം എന്നാൽ എന്താണ് എന്നുള്ള അറിവ് അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് രക്ഷ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം എന്നുള്ളതാണ് അതിനെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. മാനസാന്തരം പാപമോചനത്തിന് അനിവാര്യമാണ് എന്നുള്ളതായ കാര്യം ഞാൻ ഷെയർ ചെയ്തു. ഇന്ന് ഷെയർ ചെയ്യാനിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം. അതിനെക്കുറിച്ചുള്ളതായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇത്ര വലിയ വിഷയമാണെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്തിരിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അത് സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, നമുക്ക് ഈ കോടതിയിലെ വിധിയെക്കുറിച്ചും മറ്റും നിങ്ങൾക്ക് പരിചയം കാണുമായിരിക്കും, പരിചയം കാണത്തില്ലായിരിക്കും. ഒരു വ്യക്തിയെ ഇൻഡാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തൊരു കുറ്റത്തിന് വേണ്ടി ആരോപിച്ച് അയാളെ കോർട്ട് ട്രയൽ കഴിഞ്ഞതിന് ശേഷം അയാളെ നല്ല വക്കീലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ജൂറി ആണെങ്കിൽ അയാളെ വേണമെങ്കിൽ നോട്ട് ഗിൽറ്റി അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിച്ചേക്കാം. ആ നിരപരാധിയാണ് എന്ന് വിധിച്ചത് കൊണ്ട് അയാൾ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ ഇന്നസെന്റ് ആണ് എന്നർത്ഥം വരുന്നില്ല. വാദിഭാഗം വക്കീല് ശരിയായ നിലയിൽ കേസ് വാദിക്കാത്തത് കൊണ്ട് ഇയാളെ നോട്ട് ഗിൽറ്റി എന്ന് തെളിയിച്ചെന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. അതുകൊണ്ട് ഈ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട ഒരു വ്യക്തി റൈച്ചസ് ആണ് അല്ലെ നീതിമാനാണ് എന്നും അർത്ഥമാകുന്നില്ല. എന്നാൽ നിരപരാധി എന്ന് കോടതി വിധിച്ച വ്യക്തി നിഷ്കളങ്കനായോ നീതിമാനായോ ജഡ്ജി വിധിച്ചു എന്നും അർത്ഥമാകുന്നില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഡെഫിനേഷൻ, ഒരു നിർവചനം പറഞ്ഞാൽ, ഈ ഗ്രീക്കിലെ ഈ വാക്കിന് ഡിക്കയോസിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു കോടതി സംബന്ധമായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഫോറൻസിക് ടേം എന്ന് പറയും. ശിക്ഷാവിധിക്ക് അർഹനായ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം അവനെ ശിക്ഷാവിമുക്തനാക്കുക മാത്രമല്ല, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കുക മാത്രമല്ല, ദൈവം അയാളെ നീതിമാനായും പ്രഖ്യാപിക്കുന്നു. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ വിസ്താരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വിധി. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അങ്ങനെയാണെങ്കിൽ പാപിയായ സകല മനുഷ്യരും മരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വിധി. ഓക്കെ, അപ്പം ചിലപ്പോൾ ലൗകികമായിട്ടുള്ള കോടതിയിൽ ഒരു പക്ഷെങ്കിൽ ഒരു വ്യക്തിയെ തെറ്റായിട്ട് ആരോപണം ചെയ്യപ്പെട്ടേക്കാം. കാരണം ആ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും he or she may be in the wrong place in the wrong time. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് കേസുകളുണ്ട്. മറ്റു ചില കേസുകളിൽ ചില ലൗകികമായിട്ടുള്ള പ്രജുഡീഷ്യലായിട്ടുള്ള ജഡ്ജസ് അവർക്ക് അവരെ നിരപരാധിത്വം തെളിയിക്കത്തക്കതായുള്ള തെളിവുകൾ എക്സ്പഞ്ച് ചെയ്യുക എന്ന് പറയും. എക്സ്പഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം അയാളെ നിരപരാധിയാക്കാനുള്ളതായ തെളിവുകളെല്ലാം ചിലപ്പോൾ എടുത്തു മാറ്റും. കാരണം അയാളെ മനഃപൂർവ്വമായിട്ട് കുറ്റക്കാരനാക്കണം എന്നുള്ള നിലയിൽ. അതാണ് എക്സ്കൾപ്പറ്റോറി എവിഡൻസസ് എന്ന് പറയും. എക്സ്കൾപ്പറ്റോറി എന്ന് പറഞ്ഞാൽ കൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി. എക്സ്കൾപ്പറ്റോറി എന്ന് പറഞ്ഞാൽ
അയാളെ കുറ്റവിമുക്തനാക്കാനുള്ളതായ തെളിവുകൾ. എന്നാൽ വേദപുസ്തക സംബന്ധമായിട്ട് വരുന്ന വേളയിൽ ഒരു കണ്ടംഡ് സിന്നർ, അയാളെ ദൈവം അയാളെ ശിക്ഷയ്ക്ക് വിധിച്ചതാണ്. അയാളെ ശിക്ഷാർഹനാണ്. ശിക്ഷാവിധി നിർണയിക്കപ്പെട്ട ഒരു പാപിയുടെ എല്ലാ പാപങ്ങളുടെയും പിൽക്കാല റെക്കോർഡുകൾ എന്നേക്കുമായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്നേക്കുമായി തുടച്ചു മാറ്റിയിട്ട് ആ പാപിയുടെ റെക്കോർഡിന് പകരമായിട്ട് നീതിമാനായ ദൈവം യേശുവിന്റെ നീതിയുടെ റെക്കോർഡുകൾ എടുത്ത് മാറ്റിവെച്ച് ട്രാൻസ്പോസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലേസ് വഴി നമ്മുടെ പാപിയുടെ റെക്കോർഡ് എന്നേക്കുമായി മാറ്റിവെച്ചതിന് ശേഷം ആ റെക്കോർഡിന് പകരമായിട്ട് യേശുക്രിസ്തുവിന്റെ നീതിയുടെ റെക്കോർഡ് ചെയ്യുന്ന ഔദ്യോഗികമായ വിളംബരമാണ് അവൻ നീതീകരണം പ്രാപിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ദൈവം ആ വ്യക്തിയുടെ റെക്കോർഡിൽ അവനെ പാപിയായിട്ടല്ല കാണുന്നത്, അവനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവൻ ദൈവമകനായി അല്ലെങ്കിൽ ദൈവമകളായി തീർന്നപ്പോൾ ദൈവമകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കർത്താവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എല്ലാ ആഴ്ചയിലും വിളിച്ച് പറയേണ്ടത്. കാരണം പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കർത്താവെ ഒരിക്കൽ ഞാൻ പാപിയായിരുന്നു, ഞാൻ ദോഷിയായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നെ നീതീകരിച്ചതിനാൽ, എന്നെ രക്ഷിച്ച് അവിടുത്തെ മകനായി മകളാക്കി തീർത്തതിനാൽ സ്തോത്രം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിവാണ്. അപ്പോൾ നീതീകരണം പ്രാപിച്ചു എന്നുള്ളത് വേദപുസ്തകം നോക്കുമ്പോൾ ഇത് ഒരു സെമസ്റ്ററിലെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പഠനമാണ് ആയിരിക്കണം. എന്നാൽ ഇത് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇത് തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ തന്നെയാണ് നീതീകരണം പ്രാപിച്ചിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെടുന്ന വേളയിൽ തന്നെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, ദൈവം നമ്മളെ നീതിമാനായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നിങ്ങൾ സുവിശേഷം പറയാൻ പോകുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണിത്. റോമർ 10-ന്റെ 9-ഉം 10-ഉം യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി, എൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എൻ്റെ എഡിറ്റോറിയൽ നോട്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നീതീകരണത്തിനായി, ഹൃദയം കൊണ്ട് നീതീകരണത്തിനായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതായ അവസ്ഥയിൽ തന്നെ നമ്മൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, അതോടൊപ്പം തന്നെ നാം നീതീകരിക്കപ്പെട്ടു എന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. 3-ാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട ഒരു പാപിയെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചതിനാൽ പിന്നെയും പിശാചുണ്ട്, അക്യൂസറുണ്ട്, അയാളുടെ പണി തീർക്കിട്ടില്ല. അയാൾ എപ്പോഴും കംപ്ലീറ്റ് 24 hour ബിസി ആയിട്ടുള്ള ആളാണ്. ഇപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനിയും പിശാച് നമ്മളോട് എടുക്കത്തില്ല എന്നൊക്കെ നമ്മൾ പാടിക്കൊണ്ടൊക്കെ നടക്കാനായിട്ട് സാധിക്കും. പിശാച് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട്. പിശാചിൻ്റെ ആരോപണങ്ങളൊന്നും നീതിയുള്ള ന്യായാധിപതിയായ ദൈവം അംഗീകരിക്കുകയില്ല എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ആളുകൾക്കും അതറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പൊറുക്കപ്പെട്ടതായ പാപങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും പിശാച് ഓർപ്പിച്ചു തരുന്നതായ വേളയിൽ, ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ വേളയിൽ നമുക്ക് അറിഞ്ഞിരിക്കണം, ഇത് ക്ഷമിക്കപ്പെട്ടതായ പാപമാണ്, ദൈവം പുറത്തതായ പാപമാണ്, ഇതിന് എൻ്റെ മേൽ അവകാശമില്ല എന്ന്, പിശാചിന് എൻ്റെ മേൽ യാതൊരു ക്ലെയിമും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ടാണ് ഇയ്യോബിനെതിരായിട്ടുള്ള പിശാചിൻ്റെ ആരോപണങ്ങൾ ദൈവം അംഗീകരിക്കാതെ അവന് നീതിമാൻ എന്ന് പ്രത്യക്ഷമായിട്ട് ആ നിലയിലല്ല പറഞ്ഞത്, ആ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, എന്നുള്ള സാക്ഷ്യം പറഞ്ഞത്. ഇതൊരു പഴയ നിയമ ഭക്തനാണ്, യാഗം കഴിച്ച് ദൈവത്തോട് സഖ്യത അല്ലെങ്കിൽ കവനന്റ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള
ദൈവത്തിൻ്റെ സാക്ഷ്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സാധാരണ പുസ്തകം വായിക്കുന്നതിൻ്റെ കൂട്ട് വായിച്ചാൽ ശരിയാകത്തില്ല. കാരണം ഇയ്യോബ് എന്ന് പറയുന്നത് ഒരു സംഭവിച്ച, അല്ലെങ്കിൽ ഇതൊരു സംഭാവ്യ കഥയല്ല, സംഭവിച്ച ഒരു കഥയായിട്ടാണ് വേദവസനം എഴുതിയിരിക്കുന്നത്. ഇയ്യോബ് എന്ന് പറഞ്ഞ ഒരു ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പം സ്വർഗത്തിലെ ഒരു കോടതിയുടെ ദൃശ്യമാണ്, ഒരു നാടകത്തിൻ്റെ പല സീൻസ് ഉള്ളതുപോലെ. ആദ്യം അതിൻ്റെ പ്രൊലോഗുണ്ട്, അതിൻ്റെ ഒരു അവതരണം. ആ അവതരണമാണ് ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും കാണുന്നത്. പിന്നീട് കടന്നു വരുന്നതായ ചില കഥാപാത്രങ്ങളുണ്ട്, അവർ ഇയ്യോബുമായിട്ടുള്ള സംഭാഷണം. ഒടുവിൽ ദൈവം അവിടെ സീനിൽ കടന്നു വരുന്നുണ്ട്. ദൈവം അവിടെ സീനിൽ കടന്നു വന്നിട്ട് പിന്നെ ഒടുവിൽ ദൈവവും ഇയ്യോബുമായിട്ട് ഒരു സംഭാഷണമുണ്ട്. പിന്നീട് അതിൻ്റെ എപ്പിലോഗ് എന്ന് പറയാം, ഇതിന് ശേഷമുള്ളതായ സംഭവമാണ് ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ 1 മുതൽ അവസാനം വരെ ഉള്ള അധ്യായങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കണം. അല്ലെങ്കിൽ പ്രസംഗിക്കാനാണെങ്കിൽ അതെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രസംഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു ദിവസം ദൈവപുത്രന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എന്ന് എൻ്റെ അഭിപ്രായം, യഹോവയുടെ സന്നിധി നിൽക്കുവാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ ഇടയിൽ നിന്നെന്നല്ല അർത്ഥം. അവർ ചെന്ന വേളയിൽ സാത്താനും ചെന്നു. സാത്താന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ചെല്ലാനൊക്കത്തില്ല. കാരണം അവനെ പുറത്തു തള്ളിയതാണ്. അവൻ പാപം കണ്ട കാരണത്താൽ അവിടുത്തെ പുറം തള്ളിയതാണ്. അവന് ചെല്ലാനൊക്കുന്നതായ ഒരു ലിമിറ്റുണ്ട്. ആ റീജിയനിലായിരിക്കും പിശാച് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ആത്മീയന്മാരായിട്ടുള്ള, ദൈവം ആത്മാവാകുന്നു, പിശാച് ആത്മാവാണ്, ദൈവദൂതന്മാർ ആത്മാവാണ്. അവർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ ദൈവത്തിന് കഴിയും. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഇതൊരു നാടകത്തിൻ്റെ ഒരു സീനിലാണ്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഭൂമിയിൽ ഊടാട് സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. 8ാമത്തെ വാക്യം, യഹോവ സാത്താനോട് പറയുന്ന സാക്ഷ്യം നോക്കണം. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും. അടുത്ത ഭാഗമാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഭൂമിയിൽ ആരുമില്ലല്ലോ. അപ്പം ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന ഭൂമിയിലുള്ളതായ സകല മനുഷ്യരെ നോക്കിയിട്ടാണോ ഇത് പറയുന്നത് എന്ന് തോന്നിപ്പോകും. ഭൂമിയിൽ ഈ പറഞ്ഞതായ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ള ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഓക്കെ, അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. പാപമില്ലാത്തതും പാപം അറിഞ്ഞിട്ടില്ലാത്തതും ഈ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ മരിച്ച് ഒരു വ്യക്തിയാണ് യേശു. ആ യേശു അല്ലാതെ ഈ ക്വാളിഫിക്കേഷൻപ്പെട്ട ഒരു വ്യക്തിയുമില്ല. അപ്പോൾ യഹോവ സാത്താനോട് പറയുന്നത് ഈ യേശു ക്രിസ്തു ആകുന്ന ആ പ്രസത്തിൽ കൂടെയാണ് കാണുന്നത്. ഞാനിത് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, നീതീകരിക്കപ്പെട്ടതായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ കാണുന്നതും യേശു ക്രിസ്തുവിൽ കൂടെയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെയാണ്. സാത്താനോട് ദൈവത്തിന് പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ എൻ്റെ ഈ പൈതലിൽ നീ പറയുന്ന ആരോപണങ്ങളൊന്നും ഭരിക്കത്തില്ല എന്നുള്ളതായ കാര്യമായിരിക്കും ദൈവം സാത്താനോടും പറയുന്നത്. ഓക്കെ, ദൈവം തൻ്റെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് വാക്കുകൾ വായിക്കാം. സങ്കീർത്തനം 50:4 മുതൽ 6 വരെ, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്, ഇവിടെ ന്യായവിധ ജഡ്ജിൻ്റെ കാര്യമാണ്, അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു, സാക്ഷിയായിട്ട് വിളിക്കുന്നു. യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ. അപ്പോൾ പഴയ നിയമത്തിലുള്ള ആളുകളെയും ദൈവം പറയുന്നത്, അവർ യാഗം കഴിച്ച് എൻ്റെ അടുക്കൽ വന്നതായ നിയമം ചെയ്തതായ എൻ്റെ വിശുദ്ധന്മാർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 6ാമത്തെ വാക്യത്തിൽ, ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുന്നതിനാൽ ആകാശം അവന് നീതിയെ ഘോഷിക്കും. അപ്പോൾ ഇവിടെ ഒരു കോർട്ടിൻ്റെ ഒരു സീൻ ആണ്. ദൈവം അവിടെ സാക്ഷ്യം കേൾക്കുവാൻ തക്കോണം പറ്റിയ ആളുകളെയെല്ലാം, ആകാശത്തെയും ഭൂമിയെയും എല്ലാം വിളിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ദൈവത്തിന് സാക്ഷ്യമായിട്ട് പറയാനുള്ളത് തൻ്റെ വിശുദ്ധന്മാർ, യാഗം കഴിച്ച് തന്നോട് സഖ്യത ചെയ്തിട്ടുള്ളതായ വിശുദ്ധന്മാരെ കുറിച്ചാണ്. നമുക്ക് 5ാമതായിട്ട് നമുക്ക് ഓർക്കേണ്ട പോയിന്റ്, നമ്മുടെ വിശുദ്ധീകരണവും നീതീകരണവും എല്ലാം നാം ക്രിസ്തുവിലായി തീർന്നതിനാൽ മാത്രം ലഭിക്കുന്നതാണ്. നമ്മളെ നീതീകരിക്കുന്ന വേളയിൽ ഒരിക്കലായിട്ട് ദൈവം നമ്മളെ നീതീകരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ
ആ ഒരു പ്രാവശ്യമുള്ളതായ നീതീകരണം എന്നും എന്നേക്കും പ്രാബല്യത്തിൽപ്പെടുന്നതാണ്. എന്നാൽ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു തുടരെയുള്ളതായ പ്രോസസ്സാണ്. നമ്മൾക്ക് ഒരു നീതീകരണവും തരുന്നുണ്ട്, നമുക്കൊരു പൊസിഷണൽ ആയിട്ടുള്ള നമ്മുടെ ആ പദവി വെച്ച് നമ്മൾക്ക് നൽകിത്തരുന്ന ഒരു വിശുദ്ധിയുണ്ട്. എന്നാൽ ആ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശുദ്ധിയിൽ വളരണം. വിശുദ്ധി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി പൊസിഷണൽ, ഇറ്റ് ഈസ് പ്രോഗ്രസീവ്. അത് ക്രമാനുഗതമായി നമ്മൾ വിശുദ്ധിയിൽ വളർന്നു വരണം, വിശുദ്ധിയിൽ മുളർന്നു വരണം. എന്നാൽ നമ്മൾ നീതീകരണത്തിൽ വളരാനൊക്കത്തില്ല. നീതീകരണം ദൈവം നമുക്ക് നൽകി തന്നതായ സംഗതിയാണ്. മറ്റേ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ദൈവം നൽകി തന്നതാണെങ്കിൽ തന്നെയും നമ്മുടെ വിശുദ്ധമായിട്ടുള്ള സംസാരങ്ങൾ, വിശുദ്ധമായിട്ടുള്ള ഇടപാടുകൾ, വിശുദ്ധമായിട്ടുള്ള ജീവിത ശൈലികൾ ഇതെല്ലാം വെച്ച് പുലർത്തി ദൈവം നമ്മൾ വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നാം എഫേസ്യ ലേഖനം 1:4-7 വരെയുള്ള വാക്യങ്ങൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ എന്ന് പറയുന്ന വേള ഇത് വായിക്കുന്ന എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ദൈവസഭയിലുള്ളതായ വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്ത് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. അവൻ പ്രിയനായവനിൽ അവൻ പ്രിയനായവനിൽ എന്ന് പറയുന്നത്, ആ പ്രിയനായവൻ എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാദനത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. ഞാൻ ഇതിനകത്ത് ചില മഞ്ഞ ഹൈലൈറ്റ് കളർ വെച്ചിരിക്കുന്നത് പിന്നീട് ഇത് മാറ്റാത്ത കൊണ്ടും ഞാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് പലയിടത്തും മഞ്ഞ കാണുന്നത്. അതുകൊണ്ട് മഞ്ഞ എല്ലാം പ്രസക്തമല്ല. ഈ സ്ലൈഡ് എന്നോട് ക്ഷമിക്കണം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? ദൈവസഭയ്ക്ക് നമുക്ക് വീണ്ടെടുപ്പ് നൽകി തന്നവരാണ്, ലഭിച്ചവരാണ്. അവരെ തിരഞ്ഞെടുത്തത് അവൻ്റെ പ്രിയനായവനിൽ യേശുക്രിസ്തുവിലാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കുള്ളതായ സകലവും യേശുക്രിസ്തു ഇല്ല എങ്കിൽ നമ്മൾ ഒന്നുമില്ല. യേശുക്രിസ്തുവിലായ കാരണത്താലാണ് നമ്മുടെ നീതീകരണം സാഫല്യമായിരിക്കുന്നത്. യേശുക്രിസ്തു ഒരിക്കലും മരിക്കയില്ല. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നീതി എന്നേക്കും വിലയായ അവിടെ നിലവിലുള്ളതാണ്. പിശാച് നമ്മൾക്കെതിരായിട്ടല്ല, ലോകത്തില് നാം നീതീകരിക്കപ്പെട്ടതായ ദൈവമക്കൾ എന്നുള്ളതായ നിലയിൽ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നതായ വേളയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം അവനോട് ചെറുക്കണം, എതിർത്ത് നിൽക്കണം. പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്ന കേൾക്കാണ്ട്, കർത്താവേ നീ തന്നെ ഇറങ്ങി വന്ന് പിശാചിനെ ശാസിക്കണം. അത് പിശാചിനെ ശാസിക്കുന്നത് ദൈവത്തിന് ഉത്തരവാദിത്വമല്ല, നിന്റെ ഉത്തരവാദിത്വമാണ്. അതിനുള്ളതായ കമ്മീഷൻ നമ്മളെ ഓരോരുത്തരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സംഗതി, കർത്താവെ നീ തന്നെ ഇറങ്ങി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേർ ഡാഡി ക്യാൻ യു കം ആൻഡ് കിൽ ദിസ് ബഗ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡാഡി വന്നിട്ട് ഈ പാറ്റയെ കൊല്ലാൻ പോകും. ഞാൻ ചോദിക്കും, പാറ്റയ്ക്ക് ഞങ്ങളുടെ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, പാറ്റയ്ക്ക് നിന്റെ അത്ര വലുപ്പമുണ്ടോ അതോ ചെറുതാണോ? ഞാൻ പറയും ചെറുതാ. അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യുക, ആ പാറ്റയെ കൊല്ലുന്നതായ ഒരു അടിക്കുന്ന ഒരു സാധനമുണ്ട്, അതുകൊണ്ട് നീ ഞാൻ കൊല്ല്, ഒത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അപ്പം നമ്മൾ പഠിക്കേണ്ടതായ സംഗതി, പിശാച് വരുന്നതായ വേളയിൽ അവനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കണം. കാരണം പിശാചിനെ തോൽപ്പിച്ചതാണ് കാൽവരി ക്രൂശിൽ. നാം ജയാളികളാണ്. നമ്മളിൽ അധിവസിക്കുന്നതായ യേശുവിൻ്റെ ശക്തി ലോകത്തിലുള്ളതായ സകല ശക്തികളെക്കാളും വലുതാണ്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നമ്മളിൽ അധിവസിക്കുന്നത്. അത് നമ്മൾ മറന്നു കളയരുത്. അപ്പോൾ തന്നെ പത്രോസ് പറയുന്നു, നിർമ്മതരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ സമചിത്തതയുള്ളവരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, ബി വിജിലന്റ്, ജാഗരൂകരായിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, പിശാച് സിംഹം ഇരയെ പിടിക്കുന്നതായ സന്ദർഭത്തിൽ അലറിക്കൊണ്ട് ചെല്ലത്തില്ല, വളരെ പമ്മിക്കൊണ്ട് ചെല്ലത്തുള്ളൂ. പിശാച് അലറുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഇരയെ പിടിക്കാൻ ഒക്കാത്ത സന്ദർഭത്തിൽ മാത്രമേ അലറത്തുള്ളൂ. ഞാൻ ഈ നാഷണൽ ജിയോഗ്രാഫിക് സ്പെഷ്യലൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ
മൃഗങ്ങളുടേതായ ഇടപാടിൻ്റെ രീതി എനിക്കറിയാം. അപ്പം പിശാച്, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗങ്ങൾക്ക് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, നിങ്ങൾ അവനോട് എതിർത്ത് നിൽക്കാൻ, നിങ്ങൾ എതിർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആ നിങ്ങൾ അവനോട് എതിർത്ത് നിൽക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങാൻ ആദ്യം ചെയ്യേണ്ട ദൈവത്തിന് കീഴടങ്ങണം, പിന്നെ പിശാചിനോട് എതിർത്ത് നിൽപ്പിൽ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പറഞ്ഞിരിക്കുന്ന ഭാഗ്യമായിട്ട് ചെയ്യരുത്. എല്ലാവരും, ചില ആൾക്കാർ പിശാചിനെ എതിർക്കാനായിട്ട് ചെല്ലുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ദൈവത്തിന് കീഴടങ്ങാത്ത പല കാര്യങ്ങളുണ്ടാക്കിയതിന് ശേഷം പിന്നീട് പിശാചിനോട് എതിർത്ത് നിന്നതിന് ശേഷം പിശാചിൻ്റെ അടി വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രീ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല, അതിൻ്റെ മുൻ വ്യവസ്ഥകൾ എന്താണെന്ന് പാലിക്കത്തില്ല. അപ്പോൾ ഈ പിശാച് നമ്മുടെ മേൽ കുറ്റാരോപണം കൊണ്ടുവരുന്നതായ വേളയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഫത്സിക്കുന്നു എന്ന് പറയണം. ഒരിക്കൽ ഞാൻ ഫിലിപ്പീൻസിൽ മിഷൻ ട്രിപ്പിന് പോകുന്ന വേളയിൽ ഞങ്ങൾക്കൊരു ജയിലിൽ, പലയിടത്തും ജയിലിൽ പോകാറുണ്ട്. ചിലപ്പം 250, 350, 400 ചില ആൾക്കാരൊക്കെ അവിടെ കാണും. ഒരു 2018 തോന്നുന്നു, ഞങ്ങൾ ഒരു ജയിലിൽ പോയി മിനിസ്റ്റർ ചെയ്തതിന് ശേഷം 200 പേരോളം അവിടെ പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നുണ്ട്, 3-4 സ്ത്രീകൾ. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഒരു അമേരിക്കക്കാരനൊരു മിനിസ്റ്ററുണ്ട്. ഭയങ്കര നല്ല തടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശരീര പുഷ്ടിയുള്ളതായ ഒരു മനുഷ്യനാണ്. അയാൾ ആ ഫീൽഡായ പുള്ളിക്കാരന് ജോലി ചെയ്യുന്നത്. അയാളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം വേറെ ഫിലിപ്പീനോട്ടുള്ള 2-3 മിനിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ ഒടുവിൽ പ്രാർത്ഥിച്ച് ഓൾട്ടർ കോൾ നടത്താൻ നേരത്തെ ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാൻ പറഞ്ഞു. മുന്നോട്ട് കടന്നു വരാൻ വന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ മുന്നോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് പിശാചിൻ്റെ ബാധയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ പിശാചിൻ്റെ ബാധയുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവളുടെ ഏകദേശം അവളുടെ മുഖഭാവം കൊണ്ട് എനിക്ക് മനസ്സിലായി, ഇവളുടെ സംസാരത്തിൻ്റെതായ ടോൺ ഏകദേശം ഒരു പുരുഷന്മാരുടെ സൗണ്ടിൻ്റെ കൂട്ടായി. അവളുടെ മുടി എല്ലാം ഇങ്ങനെ പെൻസിൽ പോലെ ഇങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. അവൾ വല്ലാത്ത ആ ഒരു പിശാചിൻ്റെ ബാധ ആ സമയത്ത് തന്നെ ഉണ്ടായി. ഇപ്പം ഫിലിപ്പീനോസ് ആയിട്ടുള്ള ആളുകൾ, ആ മിനിസ്റ്റേഴ്സ്, അവർ ഓടി രക്ഷപ്പെടാൻ അവിടെ പോലീസുകാർ മറ്റും പുറവശത്ത് ഇതൊക്കെ സീൻ കണ്ടുകൊണ്ട് ഇങ്ങനെ ഗണ്ണും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെയുള്ളതായ മിനിസ്റ്ററുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കുന്നതല്ലാതെ പോകരുതെന്ന് പറഞ്ഞു. അവളുടെ തലയിൽ കൈവച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇവളെ വിട്ടുപോകാൻ പറഞ്ഞു. ആദ്യം പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പിശാചിനെ ഓടിച്ചിട്ട് മിനിസ്റ്റർ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് പറയാനൊക്കത്തില്ല. ഞാൻ 2 ആഴ്ച ഉപവാസം എടുത്ത് കഴിഞ്ഞതിന് ശേഷം വരണമെന്ന് എനിക്കറിയാം. എന്നെ ദൈവം അയച്ചതാണെന്നും എന്നിൽ ഒരു പ്രത്യേക അനോയിൻറ്റിങ് ഉണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ രണ്ടാമത് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ വിട്ടുപോകാൻ പറയുകയും അവളുടെ മുടിയെല്ലാം മാനേജബിളായി, അവളുടെ ശബ്ദം നേരെയായി. അവൾ അങ്ങ് മുമ്പിൽ ഒരു ബക്കറ്റ് കണ്ടുകൊണ്ട് വെച്ച് അതിനകത്ത് കംപ്ലീറ്റ് ഒരുപാട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അവൾ പറഞ്ഞു, പോയി. ഗാരി എൻ്റെ മുമ്പ് പറഞ്ഞു, ഈ എൻ്റെ കൂടെയുള്ളതായ മിനിസ്റ്റർക്ക് പറഞ്ഞു, അവനെ കടിക്കാനായിട്ട് അവൾ ചെന്നത്. അതൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. പക്ഷെ അവൻ എൻ്റെ ഇപ്രാവശ്യം പോയപ്പം പറഞ്ഞു. ഞാൻ പറഞ്ഞത് പിശാചിൻ്റെതായിട്ടുള്ള പല രീതിയിൽ നമ്മൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് വരും. ചിലപ്പോൾ അല്ലാത്ത ഒരു അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ളതായ സീനായിരിക്കും. ഏത് നിലയിലാണെങ്കിലും നമ്മളുടെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികമായുള്ള അധികാരം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ വിട്ടുപോയേക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്, വിട്ടുപോകും. നമുക്ക് വചനത്തിലുള്ളതായ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നീതീകരണം എന്താണെന്നും നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരാണെന്നും അവനിലുള്ളതായ ശക്തി എന്താണെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ഒരു ചോദ്യമുണ്ട്, നീതിമാനും പരിശുദ്ധനുമായ ദൈവം ഏത് നിലയിലാണ്, ഏത് കാരണത്താലാണ് ഒരു പാപിയെ, അവൻ ദോഷിയും ശിക്ഷാവിധിക്ക് യോഗ്യനുമായ ഒരു വ്യക്തിയെ നീതിമാനായി പ്രഖ്യാപിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? ആ ചോദ്യത്തിന് മറുപടി നമ്മൾ ചില സ്ലൈഡുകൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം ശിക്ഷാവിധിക്ക് യോഗ്യനായ ഒരു പാപിയെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം അവൻ്റെ കുറ്റം അല്ലെങ്കിൽ അവൻ്റെ പാപം, അവൻ്റെ ശിക്ഷ അതിൽ നിന്ന് വിമുക്തനാക്കി നിയമപരമായി ലീഗലായിട്ട് നടക്കുന്ന ഒരു സ്വർഗീയ കോടതിയിലെ നിയമപ്രകാരം നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അത് നമ്മൾ ആ ഡെഫിനിഷൻ ഏകദേശ രൂപത്തിലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് റോമർ 8:1 പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കിങ് ജെയിംസ് വേർഷനിലും ന്യൂ കിങ് ജെയിംസ് വേർഷനിലും അല്പം ഒരു രൂപഭേദമുണ്ട്. NIV-യിലെ ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ മലയാളത്തിലുള്ളതായ വാക്യങ്ങൾ ട്രാൻസ്ലേഷനിലും റോമർ 8:1 അത് അത്രമാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. There is therefore now no condemnation to those who are in Christ. അതിൻ്റെ ബാക്കിയുള്ളതായ ഭാഗം ടൈംസ് റോമനിൽ ഇറ്റാലിക്സിൽ ഞാൻ ആക്കിയതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, അത് ഒറിജിനൽ ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വേറെ അടുത്ത 2-3 വാക്യങ്ങൾക്ക് ശേഷമുള്ളതായ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നുള്ളൂ. ട്രാൻസ്ലേഷൻ ചെയ്ത ആൾക്കാർക്ക് വേദപുസ്തകം അതിൻ്റെ മൂലഭാഷയിൽ യാതൊരു തെറ്റുമില്ല, അത് പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഭാഷാന്തരത്തിൽ ചില പാകപ്പിഴകൾ അവിടെയും ഇവിടെയും ഒക്കെ വന്നിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെല്ലാം തെളിയിക്കാനായിട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഞാനത് ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുന്നുമില്ല. ഓക്കെ. എലിഫസ് അവിടെ ഇയ്യോബിന്റെ അടുക്കൽ വന്നതായ തൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളാണ്. Can a mortal man be more righteous than God? Can a man be more pure than his maker? അതിന് 4:17 എലിഫസ് മലയാളത്തിൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇത് പഴയ നിയമ കാലയളവിൽ ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്. ഇയ്യോബ് തന്നെ പറഞ്ഞു, ദൈവസന്നിധിയിൽ മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ഇതിൻ്റെ ഒക്കെ ഉത്തരം പുതിയ നിയമത്തിലാണ് കാണുന്നത്. സങ്കീർത്തനം 14:3 കാണുന്നത്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവനായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ പഴയ നിയമ വ്യവസ്ഥ പ്രകാരം കാണുന്നതായ സംഗതികളാണിതെല്ലാം. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, അല്ലെങ്കിൽ നീതിമാനായ ഒരു വ്യക്തി ഒരുത്തൻ പോലുമില്ല എന്നാണ് കാണുന്നത്. ഈ ഭാഗത്തിന്റെ പിന്നീട് നമ്മൾ അതിന്റെ ഉത്തരം പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വയനീതീകരണം ദൈവം വെറുക്കുന്നു, സ്വയമായിട്ട് നീതീകരിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ 38:2 ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഇവനാർ. എൻ്റെ 40-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ, നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ധാരാളം ആളുകൾ ഇക്കാലയളവിൽ ചെയ്യുന്നതാണ്. സ്വയമായിട്ട് നീതീകരിക്കാൻ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ദൈവം ഇതെല്ലാം എൻ്റെ തലയെ കൊണ്ട് അടിച്ചേൽപ്പിച്ചു ഇതെല്ലാം പറഞ്ഞത് ഭാഗികമായിട്ട് നമ്മൾ ദൈവത്തിന് തെറ്റായുള്ള ആരോപണം ചെയ്യുകയാണ്. അത് തന്നെയാണ് ഇയ്യോബ് ചെയ്യുന്നത്. നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ഇയ്യോബ് പിന്നീട് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ വാക്കുകളാൽ ഞാൻ പറഞ്ഞുപോയി, ഞാൻ 2 പ്രാവശ്യം പുര ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്, അനുദപിക്കുന്നുണ്ട്. ഓക്കെ. ജസ്റ്റിഫിക്കേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഫെയ്ത്ത്. നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തികളാലല്ല. നമ്മൾ നീതി പ്രവൃത്തികൾ ചെയ്ത് നീതീകരണം പ്രാപിക്കാനായിട്ടേ ഒക്കെയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബീയിങ് ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഹിസ് ഗ്രേസ്, റോമർ 3:24, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നീതീകരണം എന്നുള്ളത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. സൗജന്യമായ രക്ഷ, സൗജന്യമായ നീതീകരണം അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഓക്കെ. ഈ വാക്യങ്ങൾ നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന വേളയിൽ അറിഞ്ഞിരിക്കേണ്ട ചില വാക്യങ്ങളിൽ
ചിലതാണ്. അതിൻ്റെ റെഫറൻസ് എവിടെയെങ്കിലും ഓർത്ത് ഇരുന്നോണം. ഈ വാക്യം തീത്തോസ് 3:4 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം ഓർത്തിരിക്കുകയാണ്. But when the kindness of love of God our Savior toward man appeared, not by works of righteousness which we have done, but according to his mercy he saved us through the washing of regeneration and renewing of the Holy Spirit. തീത്തോസ് 3:4 മുതൽ 7 വരെ മലയാളത്തിൽ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. 6-ാമത്തെ വാക്യം, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളാകേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, ഞാനത് തിരുത്തി, അത് പുനർജനനത്തിനായുള്ള കഴുകൽ കൊണ്ടും അതായിരിക്കണമായിരുന്നു. കാരണം സ്നാനം എന്നുള്ള പദപ്രയോഗം, ലൗട്രോസ് എന്നുള്ള പദപ്രയോഗമാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുനർജനനത്തിനായിട്ടുള്ള കഴുകൽ കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. നിങ്ങളൊക്കെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, അവൻ്റെ പുനർജന സ്നാനം കൊണ്ടല്ല, പുനർജനനത്തിനായുള്ള കഴുകൽ കൊണ്ട്. അതാണ് അവിടെ മൂലഭാഷയിൽ ഒറിജിനൽ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് അത് 100% എനിക്കത് ഉറപ്പുണ്ട്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും കൃപയാലുള്ളതായ ദൈവത്തിൻ്റെ നീതിയും അത് നമ്മൾക്ക് ലഭിച്ചത് നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീത്തോസിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഓക്കെ, യെശയ്യാ പ്രവചനം 64:6 വാക്യം, ബട്ട് വി ആൾ ആർ ലൈക്ക് അൺക്ലീൻ തിങ്സ്. ഓക്കെ, we are all our unrighteousness, all our righteousnesses, അത് പ്ലൂറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ലൈക്ക് ഫിൽത്തി റാക്സ്. ആ റാക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഇവിടെ മലയാളത്തിൽ നോക്കിക്കാട്ട്, ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവൃത്തികൾ. ഇതും നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു വാക്യമാണ്. യെശയ്യാവ് 64:6. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ അത്രേ, ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പാറിച്ചു കളയുന്നു. അവിടെ തുണി എന്ന് പറഞ്ഞിരിക്കുന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ഐഡ് എന്നാണ്. ഐഡ്, അത് നിങ്ങളെല്ലാം എബ്രായ ഭാഷ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ വാക്കെങ്കിലും ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. സ്ട്രോങ്സ്, ജെയിംസ് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രഗത്ഭനായ ഒരു കൃത്യദാസനുണ്ട്. സ്ട്രോങ്സിൻ്റെ കൺകോർഡൻസ്, സ്ട്രോങ്സിൻ്റെ ഡിക്ഷണറി, അതിൽ ഐഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എ ഫെമിനിൻ ഹൈജീനിക് മെൻസ്ട്രൽ ഫ്ലക്സ് എന്നുള്ളതായ വാക്കാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പം പോകുന്നില്ല, എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം കറപുരണ്ട തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കണക്കാക്കുന്ന നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവം കാണുന്നത് ആ നിലയിലുള്ള ഒരു കറപുരണ്ട സ്റ്റെയിൻ ചെയ്തായ, ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു തുണി പോലെയാണ് എന്നാണ് അവിടെ യെശയ്യാ പ്രവചനം 64 പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ നീതിപ്രവൃത്തികൾ, ഞങ്ങളെല്ലാം വളരെ നീതിമാന്മാരാണ്, ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ മെഴുകുതിരി കത്തിക്കുന്ന അതൊക്കെ പറയുന്ന വേളയിൽ ഇത് പറഞ്ഞിരിക്കണം, ഈ ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്, അത് ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നതല്ല. 7-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദൈവം അഭക്തനെ നീതീകരിക്കുന്നത് അവൻ്റെ വിശ്വാസത്താൽ മാത്രമായിരിക്കും. അൺഗാഡ്ലി എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്. അൺഗാഡ്ലി, അഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഗാഡ്ലി എന്ന് പറഞ്ഞാൽ അല്പം വ്യത്യാസമുണ്ട്. എനിക്കാവും റോമർ 4:5-6 വാക്യങ്ങൾ. ഓക്കെ, ബട്ട് ടു ഹിം ഹൂ ഡസ് നോട്ട് വർക്ക് ബട്ട് ബിലീവ്സ് ഓൺ ഹിം ഹൂ ജസ്റ്റിഫൈസ് ദി അൺഗാഡ്ലി ഹിസ് ഫെയ്ത്ത് ഈസ് അക്കൗണ്ടഡ് ഫോർ റൈച്ചസ്നസ്. അവൻ്റെ വിശ്വാസം അതിലേക്ക് കണക്കിലാക്കി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Just as David also describes the blessedness of the man to whom God imputes righteousness apart from work. അത് 32-ാം സംഘത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് ആ ഭാഗം എടുക്കുന്നില്ല. റോമർ 4:6
മലയാളത്തിൽ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ, നമ്മുടെ പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അപ്പോൾ നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ ഭക്തിയുടെ ആധിക്യം കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് മാത്രം ആ നീതി, യേശുക്രിസ്തുവിന്റെ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഓക്കെ, ഇവിടെ ചില വാക്യങ്ങൾ നമ്മൾ സുവിശേഷം പറയാൻ നേരത്തെ റെഫറേണ്ട അത്യാവശ്യമായിരിക്കുന്ന ചില വാക്യങ്ങൾ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, റോമർ 5:9, നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ആ കോപം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്നതായ ദൈവത്തിന്റെ മഹാപീഡന കാലയളവിൽ വരുന്നതായ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് ഇപ്പോൾ ഇത് വായിക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 1:9-10 വാക്യവും 5-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള വാക്കുകളും നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നീതീകരണം യേശുവിന്റെ പുനരുത്ഥാനത്താൽ, യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കാരണത്താൽ ആണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. ഓക്കെ, അതിന്റെ റോമർ 4:23, 24, 25 വാക്യങ്ങൾ. അതുകൊണ്ട് അവനെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്ന് പറയുന്ന നീതീകരണത്തെ കുറിച്ചാണ്. അവന് എന്ന് പറയുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്നത് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചു. ഇത് ദൈവമക്കൾ പറയുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നതല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയിർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ, എന്ത് പേഴ്സണലായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ നീതീകരണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിലിടുവാനുള്ളത് ആകയാൽ തന്നെ. അപ്പോൾ ഇതെല്ലാം ദൈവം രക്ഷിക്കപ്പെടുന്നതായ വേളയിൽ നമ്മൾക്ക് എന്തെല്ലാം പദവികളാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ഒരുപാട് ആളുകൾക്കും കഷ്ടിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനിയും അക്കരെ പോയാൽ മതി എന്ന് മറ്റും ചിന്തിക്കുന്ന ആൾക്കാർ അല്ലല്ല. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ചതായ ഇത്ര വലിയ രക്ഷയെന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അസാധാരണ വ്യക്തികളാണ്, ദൈവത്തിന്റെ മക്കളാണ്, രാജകീയ പുരോഗതി വർഗമാണ്. നിങ്ങളത് മറന്നു കളയരുത്. നാം ആരാണ് എന്നുള്ളതായ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിനുശേഷം ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രത്യേക പ്രാഗൽഭ്യത്തോടുകൂടി നിൽക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനം പഠിക്കുവാനും തക്കൊണ്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, നീതീകരണം ദൈവിക പരിജ്ഞാനത്തിൽ നൽകുന്നു. ഇവിടെ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശൻ മരണമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ മുഴുവനും. ഇവിടെ അവന്റെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നേരത്തെ യേശുവിന്റെ ക്രൂശൻ മരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനം 53-ന്റെ പ്രാരംഭഘട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ 11-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിൽ അവന്റെ നീതീകരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന മുഖാന്തരമുള്ളതായ നീതീകരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ ദാസൻ മശിഹ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. എല്ലാവരെയും നീതീകരിക്കും എന്നാൽ അത് സ്വീകരിക്കുന്ന പ്രാപിക്കുന്ന ആളുകൾക്ക് മാത്രമേ നീതീകരണം ഏറ്റുവാങ്ങാനൊക്കത്തുള്ളൂ. എല്ലാവർക്കും നീതീകരണം അവൈലബിൾ ആണ്, എന്നാൽ അത് ഏറ്റുവാങ്ങണമെങ്കിൽ അത് സ്വായത്തമാക്കണം, നമ്മുടെ സ്വന്തമാക്കണം. കാരണം അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഓക്കെ, 11-ാമത്തെ ഭാഗം ഞാൻ പെട്ടെന്ന് പോവുകയാണ്. നീതീകരണം കൃപയാൽ മാത്രം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. റോമർ 3:24 റെഫറൻസ് നിങ്ങൾ സുവിശേഷം പറയാൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്ത് പഠിക്കണം. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് നൽകി തന്നതായ ദൈവകൃപ
നമുക്ക് വേണ്ടി ഉള്ള നീതീകരണം നമുക്ക് സൗജന്യമായി നൽകി തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇനിയും അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ച് അല്പമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അബ്രഹാമിന്റെ നീതീകരണം താൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ ലഭിച്ചതാണ്. നമ്മൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലയോ? അബ്രഹാം വിശ്വസിച്ചതിന് എന്താണ് പിന്നീട് നമ്മൾ അല്പം 1-2 സൈഡ് കഴിയുന്ന ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവർ നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അതിന്റെ 15 ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ളതായ ഒരു കൊട്ടേഷനാണ് അവിടെ പൗലോസ് ഉപയോഗിക്കുന്നത്. ഉൽപ്പത്തി 15:6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഓക്കെ. അബ്രഹാമിന്റെ നീതീകരണം മൂലം ജാതികൾക്കും നീതീകരണം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ. ഇത് എല്ലാം സുവിശേഷം പറയാൻ നേരത്തെ നിന്ന് വായിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവർ നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. റോമ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഗലാത്യ ലേഖനത്തിന് അപ്പോസ്തലൻ അവതരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൻ. ഓക്കെ. എന്നാൽ ജാതികൾ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നു. നേരത്തെ അബ്രഹാം നീതീകരിക്കപ്പെട്ടതിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജാതികളായിട്ട് ആളുകൾ അവർ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുത്തു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം, അതൊരു സുവിശേഷമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ നമ്മുടെ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ് വിശ്വാസത്താലുള്ളതായ നീതീകരണം എന്നുള്ളത്. ഓക്കെ. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് മുഖാന്തരം ജാതികളായിട്ടുള്ള, ഞാൻ യഹൂദനല്ല, ഞാൻ ഒരു യഹൂദനല്ലാത്ത വ്യക്തികളെല്ലാം പുറജാതിക്കാരായിട്ടാണ് കാണുന്നത്. മറ്റേതെല്ലാം ലേബല് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞാലും നീ യഹൂദനല്ലെങ്കിൽ നീ പുറജാതിക്കാരിൽപ്പെട്ടതാണ്. നമ്മൾക്ക് ആ രക്ഷ അനുഭവിക്കുവാൻ, നമ്മൾക്ക് യേശുക്രിസ്തുക്കൂടെ ആ നീതീകരണം പ്രാപിക്കുവാൻ ഇടയായത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് മുഖാന്തരമാണ്. ഓക്കെ. അബ്രഹാം എപ്രകാരമാണ് നീതീകരണം പ്രാപിച്ചത്? ഓക്കെ. അത് എബ്രായ ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ എഴുതിയിട്ടുണ്ട്. അബ്രഹാം അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അതായത് ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കാനായിട്ട് ഉള്ളതായ ഒരു കൽപ്പന, അതൊരു കവനന്റിന്റെ ഒരു ടെസ്റ്റിംഗ് ആണ്. ദൈവം അബ്രഹാമുമായിട്ട് കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞുടനെ ആ കവനന്റിന് ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. ആ ടെസ്റ്റിങ്ങിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്, അല്ലാതെ ദോഷം ചെയ്യാനുള്ള പരീക്ഷയല്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാടും അവന് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവർ തൻ്റെ ഏകജാതനായി അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ഇവിടെ ഒരു നീതീകരണത്തിന് വേണ്ടി അവിടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയാലും. അതെന്തുവാ? അബ്രഹാം ഇസാക്കിനെ യാഗമായി അർപ്പിച്ചപ്പോൾ അവൻ ആ കത്തി എടുത്ത് ഊങ്ങിയതായ വേളയിൽ ജസ്റ്റ് ആക്ട് ചെയ്തതല്ല. അബ്രഹാമേ അബ്രഹാമേ എന്ന് ആ ദൂതൻ ആ സമയത്ത് വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ കത്തി ഇവന്റെ കഴുത്തിൽ വീണേനമായിരുന്നു, ഇസാക്കിന്റെ കഴുത്തിൽ വീണേമായിരുന്നു. ആ സമയത്ത് ദൈവം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആ ഇസ്ഹാക്ക് മരിച്ചാൽ തന്നെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുവാൻ കൊണ്ടും മതിയായ ദൈവമാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഓക്കെ. അപ്പൊ ആ മരിച്ചവരുടെ പുനരുത്ഥാനം അവിടെയും ഒരു ഭാഗമാണ് അബ്രഹാമിന്റെ നീതീകരണത്തിന്. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തില് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രൊക്ലമേഷനാണ്, വിളംബരമാണ്. അബ്രഹാം ബാല്യക്കാരനോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചിട്ട്, അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, വി വിൽ കം ബാക്ക് ടു യു, ഞങ്ങൾ മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ യാഗം അർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ദൈവം അവിടെ ഇസ്ഹാക്കിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ വെക്കത്തുള്ളൂ. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കാണുന്നത്, ഈ അബ്രഹാമിന് നമുക്കറിയാം, മോറിയ മലയിൽ വെച്ച് യാഗവേളയിൽ ഇസ്ഹാക്കിന് പകരമായി കണ്ട ആട്ടുകൊറ്റൻ. ഓക്കെ. അതിന് വേദപുസ്തക പണ്ഡിതന്മാര് അതൊരു ക്രിസ്റ്റോഫണി
എന്ന് പറയും. ക്രിസ്റ്റോഫണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ദർശനം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പഴയ നിയമത്തിൽ ക്രിസ്തുവിന് പകരമായിട്ട് ക്രിസ്തു പ്രത്യക്ഷമാകുന്ന ഇവിടെ ഒരു ആട്ടുകൊറ്റനായിട്ടാണ് പ്രത്യക്ഷമാകുന്നത്. കാരണം ഈ ആട്ടുകൊറ്റന്മാർ പുല്ല് തിന്നുന്ന ജാതിപ്പെട്ടതാണ്. മുള്ളിൻ്റെ ഇടയിൽ പോകേണ്ട കാര്യമില്ല. അവിടെ ആട്ടുകൊറ്റന് ഈ ഇല തിന്നാൻ പോയതാണെന്ന് ഇല തിന്നാൻ പോകേണ്ട കാര്യമില്ല. അതിന് ഭക്ഷണമല്ല, അത് പുല്ലാണ് തിന്നുന്നത്. പച്ചായ പുൽപ്പുറങ്ങൾ അവനെ കെടുത്തുന്നു. അപ്പോൾ ആടിന് ഈ ആടെന്ന് പറയുന്നത് ആട്ടുകൊറ്റൻ മനഃപൂർവ്വമായിട്ട് ആ മുള്ളിൻ്റെ ഇടയിൽ കൊണ്ട് തലയിട്ട് കൊടുത്ത് അവിടെ എന്നെ പിടിച്ച് യാഗമായി അർപ്പിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചേൽപ്പിച്ചതാണ്. നമുക്കറിയാം, മനഃപൂർവ്വമായിട്ട് താൻ കടന്നു വന്ന് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു നിഴലായിട്ടാണ് ഇവിടെ ഈ ആട്ടുകൊറ്റനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്രിസ്റ്റോഫണി എന്ന്. ആ ക്രിസ്തുവിൽ ദൂരമേ നിന്ന് കണ്ടുകൊണ്ട് അതിലാണ് വിശ്വസിച്ചത് അബ്രഹാം. അതുകൊണ്ടാണ് അവന് നീതീകരണം പ്രാപിച്ചത് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ ഈ ടേപ്പ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭാഗത്തിൽ ഇത് പെട്ടെന്ന് ഇത് പറഞ്ഞു പോകാം. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ കർത്താവ് പറഞ്ഞ രൂപമേയുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെ തങ്ങൾ നീതിമാന്മാർ എന്ന് വെച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവന് രൂപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, ഇപ്പം പരീശന്റെ ദൈവം ആരാ? താൻ തന്നെയാ. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവൻ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ചുങ്കക്കാരൻ ഈ ലിസ്റ്റിൽപ്പെട്ടതായ വ്യക്തിയാണ്. ഭയങ്കര പിടിച്ചുപറിക്കാരനാ. ചുങ്കക്കാര് ഇല്ലാത്ത വെട്ടിപ്പെല്ലാം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഒരു കാലത്തും ചുങ്കക്കാർ രക്ഷിക്കപ്പെടുന്നില്ലെന്നാണ് പരീശന്മാർ പഠിപ്പിക്കുന്നത്. കാരണം അവന്റെ ആയുസ്സുകാലം മുഴുവനും പാപം ഏറ്റു പറഞ്ഞാലും പിന്നെയും പാപങ്ങൾ കാണുമെന്നാണ് പറയുന്നത്. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് പരീശന്മാർ ഇത് പറയുന്നത്. ഓക്കെ, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. സ്വയനീതീകരണമാണ്. നേടുന്നതിനൊക്കെയും പതാരം അല്ലെങ്കിൽ ദശാംശം കൊടുത്തിരുന്നു എന്നല്ല, കൊടുത്തു വരുന്നു. അതൊരു പതിവാണ്. ഒരിക്കലും പതിവ് മുടക്കത്തില്ല. എന്നാൽ വേറൊരു വ്യക്തിയെക്കുറിച്ച്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് പഴയ നിയമ കാലയളവിൽ നടന്നൊരു കഥയാണ്. യേശു കാൽവരി ക്രൂശിൽ മരിച്ചു കഴിയുന്ന പുതിയ നിയമമാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് പുതിയ നിയമം. അപ്പൊ യേശു പറഞ്ഞത് പഴയ നിയമ വ്യവസ്ഥ പ്രകാരമുള്ള സംഗതിയാണ്. ആ കാലയളവിൽ അവന് ഈ പാപം ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കൊണ്ടുവരേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്ന ഒരാട്. ആടിനെ കൊണ്ടുവരാതാണ് അവൻ വന്നിരിക്കുന്നത്. ആടിനെ യാഗമായി അർപ്പിച്ചെങ്കിൽ മാത്രമേ അവന്റെ പാപത്തിന് ക്ഷമ പ്രാപിക്കത്തുള്ളൂ. എന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ളൊരു പ്രത്യേക വിഷയമുണ്ട്, ഈ കരുണ എന്നുള്ളതായ പദപ്രയോഗം. ആ കരുണ എന്നുള്ളതായ പദപ്രയോഗത്തിന് ഗ്രീക്കില് ഹിലാസ്കമാസ് എന്നുള്ള പദപ്രയോഗമാണ്. ടു അറ്റോൺ ഫോർ. ആ വാക്കിന്റെ അർത്ഥം കരുണ എന്ന് പറഞ്ഞാൽ എന്നോട് കരുണ എന്നുള്ള കാര്യത്തിൽ അർത്ഥത്തിലല്ല, എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാനുള്ള യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഇടപെടണേ എന്നാണ് അവന്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വാസത്താൽ കാണുന്ന ഒരു സംഗതിയുണ്ട്. കാൽവറിയില്, യേശുവിന്റെ ഉപമയാണെങ്കിലും കാൽവറിയില് എനിക്ക് വേണ്ടി മരിക്കുന്നതായ ഒരു യാഗം ഉണ്ട്. ആ യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് ഇടപെടണോ എന്ന്. 14-ാമത്തെ വാക്യത്തില് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ന്നവനെല്ലാം ഉയർത്തപ്പെടും. ഈ ഭാഗം ഞാൻ മാർത്തോമായിലായിരുന്ന സന്ദർഭത്തിലും മറ്റും പാപിയായനോട് കരുണ തോന്നണമെന്ന് എല്ലാ ആഴ്ചയിലും പറയുന്നതായ സംഗതിയുണ്ട്. ഇതിനകത്ത് ആളുകൾ മനസ്സിലാകാത്ത സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചുങ്കക്കാരന് എല്ലാ ആഴ്ചയിലും വന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചായിട്ടൊന്നും യേശു പറഞ്ഞില്ല. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലഭിക്കേണ്ടതായ കാര്യം എന്താണെന്ന് ഒരിക്കൽ എന്നേക്കുമായി അവന് പ്രാപിച്ചു കഴിഞ്ഞു. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും കർത്താവേ എന്നെ ഇതിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ രക്ഷിക്കണേ, ഒന്നുകൂടെ രക്ഷിക്കാനില്ല. കർത്താവ് ഒന്ന് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്ഷ ഇറ്റ് സ്റ്റാൻഡ്സ്. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന തന്നെ വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല.
കാരണം അവന് ഇതൊരു ഉപമയാണ്. അതിൽ നിന്നും സത്യമായിട്ടുള്ള തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാനിവിടെ പറയുന്നത്. ചുങ്കക്കാരൻ ആ പ്രാർത്ഥന തന്നെ വീണ്ടും ആവർത്തിച്ചു പ്രാർത്ഥിച്ചതായിട്ട് യേശു പറഞ്ഞില്ല. ഓക്കെ, നീതീകരണം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ ഒരു പോയിന്റിലൂടെ 15ാമത്തെ പോയിന്റ് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കണം. Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ. മലയാളത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, കുറച്ചുകൂടെ ശരിയായിട്ട് പരിഭാഷപ്പെടുത്തിയിരുന്നെങ്കിൽ നീതീകരിക്കപ്പെട്ടതിനാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. നീതീകരണം ലഭിക്കുന്നത് യേശുക്രിസ്തു മൂലം മാത്രമാണ്. നീതീകരണം ലഭിക്കുന്ന മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ 3 കാര്യമാണ് റോമാലേഖനം 5:1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായ നീതീകരണത്തെക്കുറിച്ച് തുടർന്നും അടുത്ത സെഷനിലും പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നീതീകരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, അറ്റ്ലീസ്റ്റ് രക്ഷിക്കപ്പെടുന്നതായ ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്റെ പാപം ക്ഷമിക്കുക മാത്രമല്ല, ദൈവം നിന്നെ നീതിമാനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. നമ്മുടെ സകല പാപത്തിൻ്റെയും റെക്കോർഡുകൾ ദൈവം എന്നേക്കുമായി നമ്മുടെ ഫയലിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം നീതിമാനും പരിശുദ്ധനുമായ യേശുക്രിസ്തുവിൻ്റെ റെക്കോർഡ് നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ട്രാൻസ്പ്ലേസ് ചെയ്ത കാരണത്താൽ, അല്ലെങ്കിൽ മാറ്റിവെച്ച കാരണത്താൽ നാം ആ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒരു പാപം ചെയ്തിട്ട് പോലുമില്ല എന്നുള്ള നിലയിലാണ് ദൈവം നമ്മളെ കാണുന്നത്. അതാണ് നീതീകരണത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയിൽ വളരുവാനും ആ ശക്തിയാൽ അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുന്നത്. നീതീകരണത്തെക്കുറിച്ചുള്ളതായ അറിവ് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ വരുന്ന വേളയിൽ നാം ദൈവത്തിന്റെ നീതിയാണെന്നാണ് പറയുന്നത്. 2 Corinthians 5:21. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും ചോദ്യങ്ങളോ, ലാൽ പാസ്റ്റർ ഞാൻ ഏൽപ്പിക്കുന്നു. ഏതെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മൾ നിർത്തുവാൻ പോകുകയാണ്. ആർക്കും സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി കർത്താവിന്റെ ദാസി സിസ്റ്റർ പൊന്നമ്മ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയേൽ ആശീർവാദം പറയുകയും ചെയ്യും. സിസ്റ്റർ പൊന്നമ്മ അവസാനമായിട്ട് പ്രാർത്ഥിച്ചാൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ പൊന്നമ്മ സിസ്റ്റർ, പ്ലീസ്? ഓക്കെ. ബുദ്ധിമുട്ടാണെങ്കിൽ പാസ്റ്റർ തോമസ്, മറിയപ്പള്ളിയിലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയേൽ ആശീർവാദം പറയുകയും ചെയ്യും. പ്ലീസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ, അനുഗ്രഹപ്പെട്ടതായ ബൈബിൾ വചനം പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കി തന്നതിനായി സ്തോത്രം. വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഞങ്ങൾ ആധികാരികമായി പഠിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെയും ഞങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവെ, ഇന്നത്തെ പഠനത്തിൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം കർത്താവ് ഒരുക്കിയ വഴികൾക്കായി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനായി സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബൈബിൾ സ്ഥാപനത്തിന് വേണ്ടി ചുമതല കൊടുക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി, വൈസ് പ്രസിഡന്റിനായി, മറ്റു ഫാക്കൽറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അധ്യാപകർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ ശക്തിയോടെ അവരെ അവിടുന്ന് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഇതിൽ പങ്കെടുത്തതായ എല്ലാ വ്യക്തികളെയും
രാജ്യങ്ങൾ കർത്താവെ, മറ്റു വിവിധ സോണിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ളതായ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ ഉപയോഗിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം സഹായിക്കണം. നിങ്ങളുടെ അഭിഷിക്തന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ദൈവമായ കർത്താവിത്വത്തോളം അനുഗ്രഹമാക്കി തന്നതിനായി നന്ദി പറയുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്ന് വചനം പഠിപ്പാൻ കടന്നു എല്ലാ ദൈവമക്കൾക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസിനുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ശക്തിയോടെ ഇന്ന് കാര്യങ്ങളെടുത്തതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. താൻ പഠിപ്പിച്ച വിഷയങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും വളരെ താല്പര്യത്തോടെ നമുക്ക് കടന്നു വരാം. അനേകരെ നമുക്ക് എൻകറേജ് ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. ആശീർവാദത്തോടെ ഇന്ന് രാത്രികാലം നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടുകൂടെയും കുടുംബത്തോടുകൂടെയും വചനം പഠിച്ച എല്ലാ ദൈവമക്കളോടുകൂടെയും ഇന്ന് നിലനിൽക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തേശുടെ എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. God bless you. Have a blessed night. See you tomorrow. കർത്താവിന്റെ ദാസനും എല്ലാവർക്കും നന്ദി. ദൈവം സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വെളിപ്പാട് പുസ്തകവുമായി നമുക്ക് വീണ്ടും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. Amen. Praise the Lord. Thank you, sir. Thank you.